സിന്ദൂർ ഓപ്പറേഷനിൽ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ 50% മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പറയുന്നത് കരസേനാ മേധാവിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ആയുധങ്ങളെടുത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാകും എന്നാണ് എൻ്റെ അർത്ഥം. കരസേനാ മേധാവിയല്ല, എയർഫോഴ്സിൻ്റെ ഉപമേധാവി വൈസ് ചീഫ് മാർഷൽ നർമ്മദേശ്വർ തിവാരിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ യുദ്ധം നടന്നു, മെയ് 7 തുടങ്ങി 10-ാം തീയതി തീർന്നു അല്ലേ. ഒരു ലിമിറ്റഡ് വാറാണ്, യുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, അപ്രഖ്യാപിത യുദ്ധം. അതിനിടയ്ക്ക് നമ്മുടെ പക്കലുള്ള ആയുധങ്ങൾ എന്തെല്ലാം ഉപയോഗിച്ചു നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ വ്യോമസേന തലവൻ ഉപമേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 50 തരം ആയുധങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ പുരയിൽ ഒട്ടേറെ അനവധി നൂറുകണക്കിന് തരത്തിലുള്ള ആയുധങ്ങളുണ്ടെങ്കിലും നമ്മൾ 50 ആയുധങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ 50 ആയുധങ്ങൾ പാകിസ്ഥാൻ്റെ എയർബേസുകൾ, പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ ഉന്നം വെച്ചത്. അതൊക്കെ നമ്മൾ തകർത്തു എന്ന് പറയുമ്പോഴത്തേക്ക് നർമ്മദേശ്വർ തിവാരി പറയുന്നത് നമ്മൾ 4 ദിവസം കൊണ്ട് നമ്മുടെ കയ്യിലുള്ള 50 വെറൈറ്റി ആയുധങ്ങൾ പ്രയോഗിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ തവിടുപൊടിയായി. എണീറ്റ് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ പാകിസ്ഥാനെ അസ്തപ്രജ്ഞരാക്കി വീഴിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ പക്കലുള്ള മറ്റായുധങ്ങൾ കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഒരു പക്ഷേ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ആ ഭൂപടത്തിൽ കാണില്ലായിരുന്നു. അത്ര മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നമ്മുടെ അവനാഴിയിൽ ബാക്കിയിരിപ്പുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തു എന്തെല്ലാം വേണം. S-400 11 പ്രാവശ്യം മാത്രമേ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. കാരണം വേണമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ ഉപയോഗിച്ചത് ആകാശാണ്. അപ്പോൾ ഏതൊക്കെ ആയുധങ്ങളാണ് നമ്മൾ പ്രയോഗിച്ചത് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ അറിയാം, ബ്രഹ്മോസ് പ്രയോഗിച്ചതറിയാം. സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് പ്രയോഗിച്ചു, പിന്നെ ക്രിസ്റ്റൽ മേസ് ഉപയോഗിച്ചിട്ടുണ്ട്, റാംബേജ് ഉപയോഗിച്ചിട്ടുണ്ട്, സ്കാൽപ്പ് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും വൈവിധ്യപൂർണമായ ആയുധങ്ങൾ മാത്രമല്ല, കാമിക്കാസെ ഡ്രോണുകൾ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. അവർ ഡ്രോൺ ആക്രമണം ഇങ്ങോട്ട് നടത്തിയപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും ലാഹോറിലൊക്കെ ഡ്രോൺ പറന്ന് നടന്ന ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയൊക്കെ സമയത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഡ്രോണുകളെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെയാണ് ഈ ഡ്രോൺ ടെക്നോളജി. ഇസ്രയേലിൻ്റെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആണ് നമ്മൾ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇസ്രയേലിൻ്റെ ഡ്രോണുകൾ നമ്മൾ ബാംഗ്ലൂരിൽ നിർമ്മിക്കുന്നുണ്ട്. ഇസ്രയേലുമായുള്ള കൊളാബറേഷനിൽ ആൽഫ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്ന് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ആ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലാണ് ഈ മിസൈൽ ആക്രമണത്തെക്കാളും നിർണായകമായ കൃത്യതയായിരുന്ന പ്രിസിഷൻ സ്ട്രൈക്ക് ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഈ ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഡ്രോണിന് വില വളരെ കുറവാണ്. അവനുപയോഗിച്ച് ഇപ്പോൾ 50,000 രൂപയുടെ ഒരു ഡ്രോൺ വിട്ടാൽ ചിലപ്പം 100 കോടിയുടെ ഒരു വിമാനം തകർക്കാൻ പറ്റും. ഇപ്പോൾ ലാഭമാണ്. അപ്പോൾ അത് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഡ്രോണുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ഇനി സ്റ്റെൽത്ത് വിമാനമൊന്നും അല്ല ഉണ്ടാക്കേണ്ടത്, ഇനി ഉണ്ടാക്കേണ്ടത് ഡ്രോണുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ, ഏറ്റവും കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പാകിസ്ഥാൻ പറഞ്ഞില്ലേ നമ്മുടെ റഫേലൊക്കെ നമ്മുടെ വീണു എന്നുള്ളത്. പാകിസ്ഥാൻ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ റഫേൽ വീണിട്ടുണ്ട്. അപ്പോൾ റഫേലിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞെന്താണ്, ഒരു റഫേൽ വീണു ഇന്ത്യയുടെ ആ ഒരു റഫേൽ വീണത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടല്ല, അത് അനുവദനീയമായ ഇതിൽ കൂടുതൽ ഉയരത്തിൽ പറന്നപ്പോൾ ഒരു വിമാനം പരിശീലനത്തിനിടെ. റഫേൽ നമ്മൾ വാങ്ങിയിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ട്രെയിനിങ് വിമാനങ്ങളും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ വൈമാനികർക്ക് റഫേൽ പറപ്പിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് വിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിലൊരെണ്ണം അനുവദനീയമായ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ പറന്നപ്പോൾ അത് തകർന്നു വീണു. അല്ലാതെ കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് ഒരു റഫേലും യുദ്ധമുഖത്ത് വീണിട്ടില്ല എന്ന് റഫേൽ നിർമ്മാതാക്കൾ പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമ്മൾ പക്ഷേ റഫേൽ വാങ്ങിയപ്പോൾ റഫേലിനും വില കൂടുതലായിരുന്നു. പക്ഷേ നമ്മൾ റഫേലിൻ്റെ കൂടെ നമ്മൾ ചില സാധനങ്ങളൂടെ വാങ്ങിച്ചത്. എക്സ് ഗാർഡ് വാങ്ങിച്ചു, എയർ ഹോൺ വാങ്ങിച്ചു, ഇലക്ട്രിക് സ്റ്റാർട്ട്, ഇങ്ങനെ ചില എക്സ്ട്രാ ഫിറ്റിംഗ് കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ റഫേൽ വാങ്ങിയത്. അതുകൊണ്ടാണ് റഫേലിൽ വില കൂടിയത്. അപ്പോൾ എന്താണ് ഈ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ നമ്മൾ ഉപയോഗിച്ചെന്നാലേക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാൻ പറയുന്നു നമ്മുടെ റഫേൽ വെടിവെച്ചിട്ടു എന്ന് ശരിയാണെന്നുള്ള നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. പക്ഷേ നമ്മളപ്പോൾ എന്ത് ചെയ്തു, അതിന് ടോപ്ഡ് ഡിക്കോയ് ഉപയോഗിച്ചു. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് നീളത്തിലുള്ള ഒരു ചരടിൽ വിമാനം പറക്കുമ്പോൾ ഒരു ചെറിയ രൂപ അതിൻ്റെ പിന്നാലെ പറക്കും. ഡിക്കോയ് എന്ന് പറയും, എക്സ് ഗാർഡാണ് എന്നാണ് പറയുന്നത്. ഇസ്രയേലിൻ്റെ എക്സ് ഗാർഡുകൾ ടോപ്ഡ് ഡിക്കോയാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞത്. വിമാനം പോകുന്നതിനൊപ്പം തന്നെ ഈ ഫൈബറിൽ തൂങ്ങി ഇത് പറക്കും. ഇതെന്നിട്ട് എന്തുവരും പറ്റും, വിമാനം അതിൻ്റെ സിഗ്നലുകൾ ഓഫ് ചെയ്യും. പകരം ഈ ഡിക്കോയ്, അതായത് ഫൈബർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഡിക്കോയ് വിമാനത്തിൻ്റെതായ സിഗ്നലുകൾ പുറപ്പെടുവിക്കും. അപ്പോൾ ശത്രുവിൻ്റെ റഡാർ കാണുന്നത് എന്തായിരിക്കും, വിമാനത്തെ അല്ല, ഈ ഡിക്കോയെ കാണും, ഡിക്കോയെ ആക്രമിക്കും.
ഡിക്കോയെ ആക്രമിച്ച് തകർക്കുമ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ്, റഫേൽ വീണത് എന്താണ്? റഫേലിൻ്റെ ഡമ്മിയാണ്. ഒറിജിനൽ വിമാനം പറന്നു പോയി. ഒറിജിനൽ വിമാനം പറന്നുപോയി, അവൻ്റെ പണി നടത്തി തിരിച്ചുപോയി. അപ്പോൾ ഇത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുമോ? പിന്നെ വിമാനത്തിൻ്റെ പുറകിൽ സാധനം പറപ്പിച്ചു, ഇത് വലിയ ഈസിയാണല്ലോ. അങ്ങനെയല്ല. ലോകത്ത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമേ ഇപ്പോൾ ടെക്നോളജി ഉള്ളൂ. റഷ്യ പരീക്ഷിച്ചിരുന്നു. അത് ലോഷ്ക എന്ന പേരിൽ അവരൊരു ഡിക്കോയ് ഉണ്ടാക്കിയിട്ട് സുഖോയ് വിമാനങ്ങളിൽ പറപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷെ പരാജയമായിരുന്നു. അപ്പം റഷ്യക്ക് നേടാൻ കഴിയാത്തത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും യൂറോപ്പിലെ യൂറോഫൈറ്റർ ടൈഫൂൺ ഉണ്ട്. അമേരിക്കൻ വിമാനങ്ങളെ പോലെ തന്നെ ഏറ്റവും മികച്ച യൂറോപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിമാനമാണ് യൂറോഫൈറ്റർ ടൈഫൂൺ. ഇപ്പോൾ F-35 കിട്ടാത്തതുകൊണ്ട് F-35 ഇപ്പോൾ S-400 തുർക്കി വാങ്ങിയതുകൊണ്ട് അമേരിക്ക F-35 തുർക്കി കൊടുക്കില്ലെന്നാണ് പറയുന്നത്. അതിന് പകരമായി യൂറോപ്പിൽ നിന്ന് തുർക്കി വാങ്ങാൻ പോകുന്നത് യൂറോഫൈറ്റർ ടൈഫൂണാണ്. ഒരു മികച്ച വിമാനമാണ്, 5ാം തലമുറ വിമാനമാണ്. യൂറോഫൈറ്റർ ടൈഫൂണിലും ഈ ടോവ്ഡ് ഡിക്കോയ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച, നമ്മുടെ എയർഫോഴ്സിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങളായ F സീരീസ് പിന്നെ യൂറോഫൈറ്ററിലും മാത്രം വിജയിപ്പിച്ചതാണ് ഈ ടോവ്ഡ് ഡിക്കോയ് സിസ്റ്റം. നമ്മളത് വിജയിപ്പിച്ചു. അപ്പോൾ ലോകത്ത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കും മാത്രം കൈവശമുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മൾ വ്യോമസേന നടപ്പാക്കിയത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. മാത്രമല്ല കിരാന ഹിൽസിൽ നമ്മൾ അടിച്ചു. ബ്രഹ്മോസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ എത്രമാത്രം ശേഷിയുള്ളതാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്കൊരു അവസരം ഓപ്പറേഷൻ സിന്ദൂർ വഴി കിട്ടി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനോട് നന്ദി ഉണ്ടായിരിക്കണം. നമ്മൾ പറയത്തില്ലേ, BJPയുടെ ഓഫീസിൽ നിർബന്ധമായും വെക്കേണ്ടുന്ന ഫോട്ടോ രാഹുൽ ഗാന്ധിയുടെയാണ്, ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്ന് വെക്കണമെന്ന് പറയുന്ന പോലെ നമ്മുടെ ഭാരതം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി മാറിയതിൻ്റെ കാരണം പാകിസ്ഥാൻ അവിടെ ഇരുന്ന് ചൊറിയുന്നതാണ്. പാകിസ്ഥാൻ്റെ ഈ ചൊറിയൽ വന്നതോടുകൂടി അമേരിക്ക കൊടുത്തിട്ടുള്ള ചില സഹായങ്ങളും ചൈനയുടെ നേരിട്ടുള്ള സഹായവും തുർക്കിയുടെ ഡ്രോണുകളും ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം, വിമാനങ്ങൾ, മിസൈലുകൾ, ഇത്രയും സാധനങ്ങൾ, തുർക്കിയുടെ ഡ്രോണുകൾ, ഇത്രയും സാധനങ്ങളാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത്. ഇതിനെയൊക്കെ നിഷ്പ്രഭമാക്കി തകർത്ത് നമ്മൾ നിർണായക വിജയം നേടി. ആ വിജയത്തിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം മാത്രമല്ല, രാജ്യത്തിൻ്റെ പണപ്പെട്ടി കൂടി നിറയുകയാണ്. ഇപ്പോൾ 16ഓളം രാജ്യങ്ങളാണ് നമ്മുടെ ബ്രഹ്മോസ് വാങ്ങാൻ ക്യൂ നിൽക്കുന്നത്. നമുക്ക് ഈ 16ഓളം രാജ്യങ്ങൾക്ക് ഒരേ സമയത്ത് കൊടുക്കാനുള്ള, ഡെലിവറി ചെയ്യാനുള്ള ശേഷി നമ്മൾ ആർജിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ബ്രഹ്മോസ് യൂണിറ്റിൽ പ്രൊഡക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അത് കൂടുതൽ വിശാലമായൊരു സ്ഥലത്തേക്ക് കൊച്ചിയിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞില്ല, കൊച്ചിയിൽ കളമശ്ശേരിയിൽ സ്ഥലം കൊടുക്കാമെന്ന് വ്യവസായ മന്ത്രി രാജീവ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മുടെ ആയുധത്തിൻ്റെ ശേഷി വല്ലാതെ വികസിക്കുകയും വല്ലാതെ പ്രസിദ്ധമാവുകയും ലോകമാസകലം അതിന് ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്തു. ആകാശ് മിസൈലുകൾ അർമേനിയ വാങ്ങുന്നു, അല്ലേ? പല രാജ്യങ്ങളും വാങ്ങുന്നു. ഇപ്പോൾ ബ്രഹ്മോസ് ഇന്തോനേഷ്യ വാങ്ങുന്നു, വിയറ്റ്നാം വാങ്ങുന്നു, മലേഷ്യ വാങ്ങുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 10-11 വർഷം കൊണ്ടാണ് നമ്മൾ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തി. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത, ഇന്ന മിസൈൽ പരീക്ഷിച്ചു, ഡ്രോൺ പരീക്ഷിച്ചു, ഇന്ന റോക്കറ്റ് പരീക്ഷിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്നലത്തെ വാർത്ത കേട്ടില്ല. ഇന്നലെ നമ്മൾ ഡ്രോൺ ഉണ്ടല്ലോ, ഡ്രോണിൽ നിന്ന് മിസൈൽ അയക്കുന്ന സംവിധാനം നമ്മൾ വികസിപ്പിച്ചു. ഡ്രോണിൽ സാധാരണ സ്ഫോടക വസ്തുക്കളാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ പ്രിസിഷൻ പോയിന്റ് സ്ട്രൈക്ക് മിസൈൽ ഫയർ ചെയ്യുന്ന UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ നമ്മൾ ഇന്നലെ പരീക്ഷിച്ചു. ഡ്രോണാണ്. ഡ്രോൺ പറന്നു പോകും, ഡ്രോൺ അയക്കും മിസൈൽ. അപ്പോൾ നോക്കുമ്പോൾ വിമാനത്തിൽ നിന്ന് വരുന്ന പോലെ തന്നെ തോന്നുകയും ചെയ്യും. വേണമെങ്കിൽ തോന്നും. പക്ഷെ അതിൻ്റെ ഒരു എക്സ്പെൻസിന്റെ നോക്കൂ. ഒരു വിമാനം മിസൈൽ അയക്കാൻ പോകുന്നു, ആ വിമാനത്തിന് നേരെ ഒരു വ്യോമ ആക്രമണം നടന്ന ഒരു വിമാനം അത് നശിച്ചു. വിമാനത്തിലെ വൈമാനികൻ കൊല്ലപ്പെട്ടേക്കാം. പക്ഷെ ഒരു ഡ്രോൺ പോയിട്ട് മിസൈൽ അയച്ചാലോ ഒരാൾനാശം ഉണ്ടാകുന്നില്ല, ഒന്നുമില്ല. ഒരു ഡ്രോൺ കൂടി പോയാൽ 50,000 രൂപ, അതിനകത്ത് നമ്മൾ അല്ലെങ്കിൽ 1,00,000 രൂപ. അതും ഇത് മറ്റേ ഈ വലിയ ഡ്രോൺ, വിമാനം പോലെയുള്ള ഡ്രോണുകൾ, അതിൻ്റെ കാര്യമല്ല. ഒരു മിസൈലൊക്കെ അയക്കാൻ ശേഷിയുള്ള ചെറിയ ഡ്രോണുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇന്നലെ ആന്ധ്രാപ്രദേശിലെ കർണൂൽ നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ചിൽ പരീക്ഷണം വിജയകരമായിട്ട് നടത്തി. അതിനു മുമ്പ് നമ്മളൊരു പരീക്ഷണം നടത്തിയിരുന്നു. അതായത് ഡ്രോണിൽ പിടിപ്പിച്ച മെഷീൻ ഗൺ. ഡ്രോൺ പറന്നു പോവാണ്, അത് മെഷീൻ ഗണ്ണാണ്. അവൻ പറന്ന് കടന്ന് വെടിവെച്ചോളും. അപ്പം ശത്രു സൈനികർ നിൽക്കുന്നിടത്തേക്ക് ഇത്തരം ഒരു 10 ഡ്രോൺ എന്നാൽ മതി.
ആൾനാശം ഉണ്ടാകും. ആൾനാശമില്ല, അവൻ അടി കൊടുത്ത് തകർത്തിട്ട് വരും. അപ്പോൾ ഒരു നല്ല നിശ്ചിത ഉയരത്തിലാണെങ്കിൽ അവന് ആക്രമണം വളരെ കൃത്യമായി നടത്തി പ്രസിഷൻ സ്ട്രൈക്കിംഗ് നടത്തി തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്, അവരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതല്ലേ നമ്മൾ മനസ്സിലാക്കി. അത് മാത്രമല്ല, ഇപ്പം എന്തുകൊണ്ട് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും നമ്മുടെ തുടരെ നമ്മുടെ പുതിയ മിസൈലുകൾ, പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുന്നതിൻ്റെയൊക്കെ വിജയകരമായതിൻ്റെയൊക്കെ വാർത്ത വരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞാൽ അതിന് ഉത്തരം നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ പറഞ്ഞിട്ടുണ്ട്. CDS അദ്ദേഹമാണല്ലോ 3 സേനകളുടെയും അധിപൻ. CDS പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഹോൾഡ് ചെയ്തിരിക്കുക, അത് കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്, തുടർ പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായി 24 മണിക്കൂറും 365 ദിവസവും സജ്ജമാകാനുള്ള നിർദ്ദേശം സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയ സംവിധാനങ്ങൾ, പുതിയ ആയുധങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾ എല്ലാം നമ്മുടെ സേനയുടെ ഭാഗമായി ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും പാകിസ്ഥാനുള്ള ഓരോ അടിക്കാനുള്ള വടിയാണ് നമ്മൾ വെട്ടിവെക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കേവലം 50 തരം ആയുധങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാനെ അടുത്ത 5 വർഷത്തേക്ക് മിനിമം തലപൊന്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മൾ അടിച്ചു വീഴ്ത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.